ഹായ് ഫ്രണ്ട്സ്, ഫെർട്ടിലൈസർ സെക്ടറിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ പെർഫോമൻസ് അത്ര പ്രതീക്ഷ ഉണർത്തുന്നതായിരുന്നില്ല. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിൽ വർദ്ധിച്ചു വരുന്ന ഒരു ഡിമാൻഡ് നല്ല തോതിൽ ആ ഒരു സെക്ടറിൽ ഒരു ബുള്ളിഷ് ആകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് നല്ല തോതിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പല സ്റ്റോക്കുകളും നടന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു റാലി അവസാനിച്ചെന്ന് തോന്നുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പുതിയ ഗവൺമെൻറ് നിലവിൽ വന്നതിന് ശേഷം നടക്കാൻ പോകുന്ന ആദ്യ GST കൗൺസിൽ മീറ്റിംഗ് നാളെ ജൂൺ 22 ചേരുകയാണ്. അപ്പോൾ ഫെർട്ടിലൈസർ പ്രൊഡക്റ്റുകൾ GSTയിൽ നിന്ന് ഒഴിവാക്കുമെന്ന അനൗദ്യോഗികമായ റിപ്പോർട്ടുകളാണ് ഫെർട്ടിലൈസർ സെഗ്മെൻറ്റിനെ ഈ ഒരു ഉണർവിന് കാരണമായിട്ടുള്ളത്. കൂടാതെ കാർഷിക വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുവാൻ ക്യാബിനറ്റ് തീരുമാനിച്ചത് കർഷകർക്ക് കൂടുതൽ കൃഷി ഇറക്കാൻ പ്രചോദനമാകും എന്നാണ് കണക്കൂട്ടുന്നത്. ആ രീതിയിൽ അവരുടെ പർച്ചേസ് പവർ കൂടുകയും കൂടുതൽ ഫെർട്ടിലൈസർ പർച്ചേസ് ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റി വർദ്ധിക്കുന്നതോടുകൂടി ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ടോപ്പ് ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നടത്തുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ചെറുതും വലുതുമായ പബ്ലിക് പ്രൈവറ്റ് കമ്പനികളിലും ഒക്കെ ആയിട്ട് 28 സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് കാണാം. റിസ്കിയായ സ്റ്റോക്കുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ ആദ്യം തന്നെ 1000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകളെ മാത്രം താരതമ്യ പഠനത്തിന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1000 കോടിക്ക് താഴെയുള്ള മൈക്രോ ക്യാപ്പ്, നാനോ ക്യാപ്പ്, ഫെന്നി സ്റ്റോക്കുകളെ ഒഴിവാക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 1000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള 12 സ്റ്റോക്കുകൾ ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും. മാർക്കറ്റ് ക്യാപ്പ്, അതുപോലെ ഡെപ്റ്റ് ലെവൽ, കമ്പനിയുടെ ഡെപ്റ്റ് കടം എത്രമാത്രം ഉണ്ട് എന്ന് നോക്കുക. കൂടാതെ കമ്പനിയുടെ പാസ്റ്റ് റിട്ടേൺസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു, അതുപോലെ കമ്പനിയുടെ ഇപ്പോഴത്തെ വാല്യുവേഷൻ എങ്ങനെയാണ്, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി എത്രമാത്രമുണ്ട്, അതുപോലെ കമ്പനിയുടെ സെയിൽസും അതിൻ്റെ പ്രോഫിറ്റും ഒക്കെ കൺസിസ്റ്റൻ്റായി വളരുന്നുണ്ടോ, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് എങ്ങനെയാണ്, ഇതൊക്കെ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല പാരാമീറ്ററുകളും അപ്ലൈ ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്കുകളെ നമ്മൾ റാങ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ റാങ്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഓരോ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ കമ്പനികളെ റാങ്ക് ചെയ്യുമ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്ന സ്റ്റോക്കിന് 3 പോയിൻറ്റും, രണ്ടാം സ്ഥാനത്ത് വരുന്ന സ്റ്റോക്കിന് 2 പോയിൻറ്റും, മൂന്നാം സ്ഥാനത്ത് വരുന്ന സ്റ്റോക്കിന് 1 പോയിൻറ്റും എന്നിങ്ങനെ പോയിന്റുകൾ നൽകിക്കൊണ്ട് ഫൈനലി നമ്മളെല്ലാ മാനദണ്ഡങ്ങളിലും കിട്ടിയ സ്കോറുകൾ ടോട്ടൽ ചെയ്തുകൊണ്ട് ടോപ്പ് സ്റ്റോക്കുകളുടെ ഒരു റാങ്ക് ലിസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പാണ്. ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പുള്ള ടോപ്പ് 3 കമ്പനികൾ എടുത്താൽ ഈ ഒരു 3 കമ്പനികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഒന്ന് FACT ആണ്, 2 കോറമാൻഡൽ ഇൻ്റർനാഷണൽ ആണ്, 3 ചമ്പാൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. അപ്പോൾ ഈ FACTക്ക് നമ്മൾ 3 പോയിൻറ്റും, കോറമാൻഡലിന് 2 പോയിൻറ്റും, ചമ്പാൽ ഫെർട്ടിലൈസേഴ്സിന് 1 പോയിൻറ്റുമാണ് നൽകുക. ഈ ഫെർട്ടിലൈസർ കമ്പനികളുടെ ഒരു പ്രധാന പ്രശ്നം ഭൂരിഭാഗം കമ്പനികളും ഹൈ ഡെറ്റ് കമ്പനികളാണ്. കമ്പനി ധാരാളമായിട്ട് കടമെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബോറോയിങ്സ് വളരെയധികം ഉണ്ട്. പല കമ്പനികളുടെയും ബോറോയിങ്സ് അതിൻ്റെ ക്യാഷ് റിസർവിനേക്കാൾ കൂടുതലാണ്. ഇപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1-ൽ കൂടുതലാണ് പല സ്റ്റോക്കുകളിലും. ഇപ്പോൾ നമ്മളിവിടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഫിൽട്ടർ ചെയ്ത 12 സ്റ്റോക്കുകളിൽ 4 സ്റ്റോക്കുകളിൽ മാത്രമാണ് 0.5-ലും താഴെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പല സ്റ്റോക്കുകളുടെയും ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ വളരെ ലോ ലെവലിലാണെന്നും കാണാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് 0 ഡെറ്റ് കമ്പനിയായിട്ട് പറയാൻ സാധിക്കുന്ന സ്റ്റോക്ക് ഇവിടെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഡെറ്റ് കുറഞ്ഞ ടോപ്പ് 3 കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് കാണുന്നത് GSFC ആണ്, അഥവാ ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് ആണ്. രണ്ടാം സ്ഥാനത്ത് കാണുന്നത് കോറമാൻഡൽ ഇൻ്റർനാഷണൽ ആണ്. മൂന്നാം സ്ഥാനത്ത് ചമ്പാൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. എന്നാൽ ചമ്പാൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ അവരുടെ പ്രൊമോട്ടർ ഷെയർസ് 25% പ്ലഡ്ജ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡെറ്റ് ലെവൽ വെച്ചുകൊണ്ടുള്ള ടോപ്പ് 3 സ്റ്റോക്കുകൾ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത് അതിന് നമ്മൾ പോയിന്റുകൾ നേരത്തെ പറഞ്ഞ രീതിയിൽ കൊടുക്കുന്നതാണ്. മറ്റൊരു പാരാമീറ്റർ നമ്മൾ നോക്കുന്നത് ഈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തുമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് ഗ്രോത്തും സെയിൽസ് ഗ്രോത്തും പ്രീവിയസ് ഇയറിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തും സെയിൽസ് ഗ്രോത്തുമായി താരതമ്യം ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആദ്യം നോക്കുകയാണ്. അതിനുശേഷം 3 വർഷത്തെ CAGR ഗ്രോത്ത് എത്രമാത്രം പ്രോഫിറ്റിലും അതുപോലെ സെയിൽസിലുമുണ്ട് എന്നും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 3 വർഷത്തെ സെയിൽസ് CAGR നോക്കുകയാണെങ്കിൽ കൃഷാന ഫോസ്കെം ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് നമുക്ക് ഒന്നാം സ്ഥാനത്ത് കാണുക. അതുപോലെ MB അഗ്രോ പ്രൊഡക്ട്സ് രണ്ടാം സ്ഥാനത്തും പാരദീപ് ഫോസ്ഫേറ്റ്
മൂന്നാം സ്ഥാനത്തുമാണ് കാണാൻ കഴിയുക. ഇനി 3 വർഷത്തെ പ്രോഫിറ്റ് CAGR നോക്കുകയാണെങ്കിൽ മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് 1ാം സ്ഥാനത്തും മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് 2ാം സ്ഥാനത്തും കൃഷാന ഫോസ്കെം ലിമിറ്റഡ് 3ാം സ്ഥാനത്തും നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി ഒരു വർഷത്തെ സെയിൽസ് നമ്മൾ പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൃഷാന ഫോസ്കെം ലിമിറ്റഡ് 1ാം സ്ഥാനത്തും മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് 2ാം സ്ഥാനത്തും പാരദീപ് ഫോസ്ഫേറ്റ് 3ാം സ്ഥാനത്തുമാണ് കാണാൻ കഴിയുക. ഇനി ഒരു വർഷത്തെ പ്രോഫിറ്റ് പ്രീവിയസ് ഇയറിൻ്റെ പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൃഷാന ഫോസ്കെം ലിമിറ്റഡ് 1ാം സ്ഥാനത്തും ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് 2ാം സ്ഥാനത്തും മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് 3ാം സ്ഥാനത്തുമാണെന്ന് കാണാൻ കഴിയും. അടുത്തതായി നമ്മൾ നോക്കുന്നത് കമ്പനിയുടെ വാല്യുവേഷൻ ആണ്. കാരണം ഇപ്പോൾ എത്രമാത്രം എക്സ്പെൻസീവ് ആണ് അല്ലെ എത്രമാത്രം ചീപ്പാണ് ഈ സ്റ്റോക്കുകൾ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ PE റേഷ്യോയും കമ്പനിയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂം പോലുള്ള വാല്യുവേഷൻ റേഷ്യോസാണ് ഇവിടെ മാനദണ്ഡമാക്കുന്നത്. അപ്പോൾ PE ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ നല്ല വാല്യുവേഷൻ നമുക്ക് ലഭിക്കുന്ന സ്റ്റോക്കുകളെ റാങ്ക് ചെയ്താൽ മാംഗ്ലൂർ കെമിക്കൽസ് 1ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ 2ാം സ്ഥാനത്ത് SPIC അഥവാ സദേൺ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനും 3ാം സ്ഥാനത്ത് ചമ്പാൽ ഫെർട്ടിലൈസേഴ്സുമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി പ്രൈസ് ടു ബുക്ക് വാല്യൂമായി നോക്കുമ്പോൾ നല്ല വാല്യുവേഷനിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സ്റ്റോക്കുകൾ റാങ്ക് ചെയ്താൽ 1ാം സ്ഥാനത്ത് കാണുന്നത് GSFC ആണ്, 2ാം സ്ഥാനത്ത് മാംഗ്ലൂർ കെമിക്കൽസ് ആണ്, 3ാം സ്ഥാനത്ത് SPIC ആണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഫിൽറ്റർ മാനദണ്ഡമായിട്ട് നമ്മൾ നോക്കുന്നത് ഈ സ്റ്റോക്കുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ നൽകിയിട്ടുള്ള റിട്ടേൺ ആണ്. കഴിഞ്ഞ ഒരു വർഷം എത്ര റിട്ടേൺ നൽകിയിട്ടുണ്ട്, അതുപോലെ കഴിഞ്ഞ 3 വർഷത്തെ CAGR റിട്ടേൺ എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ 3 വർഷത്തെ CAGR റിട്ടേൺ നോക്കുമ്പോൾ MB അഗ്രോ പ്രൊഡക്ട്സ് ആണ് 1ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, 2ാം സ്ഥാനത്ത് FICT ആണ്, 3ാം സ്ഥാനത്ത് കൃഷാന ഫോസ്കെം ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇനി ഒരു വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ FICT 1ാം സ്ഥാനത്തും നാഷണൽ ഫെർട്ടിലൈസേഴ്സ് 2ാം സ്ഥാനത്തും ചമ്പാൽ ഫെർട്ടിലൈസേഴ്സ് 3ാം സ്ഥാനത്തുമാണെന്ന് കാണാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പാരാമീറ്റർ ആയിട്ടുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഏറ്റവും കൂടുതലുള്ള സ്റ്റോക്കിനെ റാങ്ക് ചെയ്താൽ 1ാം സ്ഥാനത്ത് നമുക്ക് FICT ആണെന്ന് കാണാൻ കഴിയും. അതൊരു സർക്കാർ കമ്പനിയാണ്. അതുപോലെ 90% ഹോൾഡിംഗ് ആണുള്ളത് പ്രൊമോട്ടേഴ്സിന്. 2ാം സ്ഥാനത്ത് മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് ആണ്, 3ാം സ്ഥാനത്ത് RCF ആണ്, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഇനി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങിൽ 1ാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് ചമ്പാൽ ഫെർട്ടിലൈസേഴ്സ് ആണ്, 2ാം സ്ഥാനത്ത് GSFCയും 3ാം സ്ഥാനത്ത് കോറമാൻഡൽ ഇൻ്റർനാഷണലുമാണ്. ഇനി ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് പരിശോധിച്ചാൽ പാരദീപ് ഫോസ്ഫേറ്റ് 1ാം സ്ഥാനത്തും അതുപോലെ കോറമാൻഡൽ ഇൻ്റർനാഷണൽ 2ാം സ്ഥാനത്തും FICT 3ാം സ്ഥാനത്തുമാണെന്ന് കാണാൻ കഴിയും. അടുത്തതായി നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റബിലിറ്റിയാണ് കമ്പനിയുടെ. അതിൻ്റെ ഭാഗമായിട്ട് ROEയും ROCയുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഈക്വിറ്റി എത്രമാത്രം അതിന് ആനുപാതികമായ റിട്ടേൺ കമ്പനി നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ROE എന്നുള്ള ആ ഒരു റേഷ്യോ ഇവിടെ അപ്ലൈ ചെയ്താൽ 1ാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് ഈ കറണ്ട് ഇയറിൽ FICT ആണ് 1ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുക. 2ാം സ്ഥാനത്ത് കോറമാൻഡൽ ഇൻ്റർനാഷണൽ ആണ്, 3ാം സ്ഥാനത്ത് ചമ്പാൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. ഇനി രണ്ടാമത്തെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ROCE, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് ഡെറ്റും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഈക്വിറ്റിയും മറ്റ് കമ്പനികളുടെ എല്ലാ ക്യാപിറ്റലും ചേർന്നുകൊണ്ട് ഈ കമ്പനി എത്രമാത്രം റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം കെൽപ്പ് അതിനുണ്ട് എന്ന് പരിശോധിക്കുന്ന റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന റേഷ്യോ ആണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്ത് നോക്കുമ്പോൾ 1ാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് കോറമാൻഡൽ ഇൻ്റർനാഷണൽ ആണ്, 2ാം സ്ഥാനത്ത് ചമ്പാൽ ഫെർട്ടിലൈസേഴ്സും 3ാം സ്ഥാനത്ത് SPICയുമാണെന്ന് കാണാം. ഇനി ഇവിടെ പറഞ്ഞ ഈ ROEയും ROCയും കഴിഞ്ഞ 3 വർഷത്തെ CAGR എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിച്ചാൽ കുറച്ചുകൂടി ലോങ്ങർ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ 3 ഇയർ ROE നോക്കുകയാണെങ്കിൽ കോറമാൻഡൽ ഇൻ്റർനാഷണൽ 1ാം സ്ഥാനത്തും മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് 2ാം സ്ഥാനത്തും പാരദീപ് ഫോസ്ഫേറ്റ് 1ാം സ്ഥാനത്തുമാണെന്ന് കാണാൻ കഴിയും. ഇനി 3 വർഷത്തെ ROCE CAGR നോക്കുകയാണെങ്കിൽ ചമ്പാൽ ഫെർട്ടിലൈസേഴ്സ് 1ാം സ്ഥാനത്തും കോറമാൻഡൽ ഇൻ്റർനാഷണൽ 2ാം സ്ഥാനത്തും മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് 3ാം സ്ഥാനത്തുമാണെന്ന് കാണാം. അപ്പോൾ ഇവിടെ മുകളിൽ പരിശോധിച്ച ഈ ഒരു ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് പ്രകാരം റാങ്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ആ കിട്ടിയ സ്കോറുകൾ 1, 2, 3 സ്ഥാനങ്ങളിൽ നേടിയിട്ടുള്ള സ്കോറുകളുടെ മൊത്തം ടോട്ടൽ നോക്കിയിട്ട് ഏറ്റവും അധികം സ്കോർ നേടിയ സ്റ്റോക്കുകൾ ഏതാണെന്നാണ് നമ്മൾ ഫൈനലായിട്ട് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 1ാം സ്ഥാനത്ത് കാണാൻ കഴിയുന്നത് കോറമാൻഡൽ ഇൻ്റർനാഷണൽ ആണ്, അതിന് 17 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് നമുക്ക് FICT ആണ് കാണാൻ കഴിയുക, 15 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് ചമ്പാൽ ഫെർട്ടിലൈസേഴ്സ് ആണ്, അതിന് 14 പോയിൻ്റാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് കൃഷാന ഫോസ്ഫേറ്റിന് 4ാം സ്ഥാനമാണ്, 11 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ മാംഗ്ലൂർ കെമിക്കൽസിന് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ GSFC 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് അതിനും 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്.
പാരദി ഫോസ്ഫേറ്റ് 6 പോയിന്റും, MB അഗ്രോ പ്രൊഡക്ട്സ് 5 പോയിന്റും, SPIC 5 പോയിന്റും, നാഷണൽ ഫെർട്ടിലൈസേഴ്സ് 2 പോയിന്റും, RCF 1 പോയിന്റുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ ഈ നടത്തിയിട്ടുള്ള ഈ ഒരു താരതമ്യം ഇതൊരു അൾട്ടിമേറ്റ് റിസൾട്ട് അല്ല, ഒരു അൾട്ടിമേറ്റ് ഔട്ട്കം ആയിട്ട് ഇതിനെ നിങ്ങൾ വിലയിരുത്തരുത്. കാരണം ഇവിടെ ടോപ്പ് 3 ആയി കാണുന്ന 3 സ്റ്റോക്കുകൾ നമ്മൾ ഒന്നുകൂടി ഡീപ്പായിട്ട് പരിശോധിച്ചാൽ അതിൻ്റെ പാരാമീറ്റേഴ്സിൽ 100% അത് പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഉദാഹരണത്തിന് നമ്മൾ കോറോമാൻഡൽ ഇൻ്റർനാഷണൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് ഈ കറണ്ട് ഇയറിൽ -25.55% എന്നുള്ള ഡീ ഗ്രോത്താണ് കാണാൻ കഴിയുക. ഇനി നമ്മൾ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാലും -18% ഒരു ഡീ ഗ്രോത്താണ് കാണാൻ കഴിയുക. ഇനി നമ്മൾ FACT രണ്ടാം സ്ഥാനത്തുള്ള FACT നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ സെയിൽസിൽ -18% ഡീ ഗ്രോത്തും പ്രോഫിറ്റിലും -35% ഡീ ഗ്രോത്തുമാണ് കാണാൻ കഴിയുക. അതുപോലെ FACT മറ്റൊരു റിസ്ക് ഫാക്ടർ ആയിട്ടുള്ളത് അതിൻ്റെ PE റേഷ്യോ ആണ്. അത് 180 എന്നുള്ള വളരെ ഭീമാകാരമായ ഒരു PE റേഷ്യോയിലാണ് അത് ട്രേഡ് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ മൂന്നാം സ്ഥാനത്തുള്ള ചമ്പാൽ ഫെർട്ടിലൈസേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെയിൽസ് ഗ്രോത്തും -35% ആണ് കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുള്ളത്. അതുപോലെ പ്രോഫിറ്റ് ആണെങ്കിൽ 3 ഇയേഴ്സിൻ്റെ CAGR നോക്കി കഴിഞ്ഞാൽ അത് -3.5 എന്നുള്ള ഒരു ഡീ ഗ്രോത്താണ് കാണാൻ കഴിയുന്നത്. അതേപോലെ ഈ ചമ്പാൽ ഫെർട്ടിലൈസേഴ്സിലുള്ള ഒരു റിസ്ക് ഫാക്ടറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ പ്ലഡ്ജഡ് പെർസെൻറ്റേജ് ആണ്. അത് 25% പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയറുകൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ കമ്പനിക്ക് വലിയ ഡെറ്റ് ഇല്ലെങ്കിലും ഈ പ്ലഡ്ജഡ് പെർസെൻറ്റേജ് ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ക്രൈറ്റീരിയ റാങ്ക് ലിസ്റ്റിനെ ഉപയോഗിച്ചിട്ടുള്ള ക്രൈറ്റീരിയ എത്രമാത്രം പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്ന മേഖല ഉണ്ടാവും. അപ്പോൾ ഏത് ക്രൈറ്റീരിയക്കാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നതനുസരിച്ച് ചിലപ്പോൾ ഈ റാങ്കുകൾ മാറി മറിഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഒരു ഫൈനൽ ഔട്ട്കമായി കാണാതെ കൂടുതൽ പഠന വിധേയമാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിനോട് യോജിക്കുന്നുണ്ടോ എന്ന് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഫെർട്ടിലൈസർ സ്റ്റോക്ക് ഏതാണെന്നും കൂടി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.